നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്രം നക്ഷത്രം 2025 ഇവർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുക, എന്തെങ്കിലും ചെറിയ ചെറിയ പരിഹാരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വർഷത്തെ ഫലവും അതിൻ്റെ ചെറിയ ചെറിയ പരിഹാര നിർദ്ദേശങ്ങളും ഉത്രം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവുമാണ് ഇവിടെ പറയുന്നത്. രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഉത്രം നക്ഷത്രം. ഭഗൻ ആണ് ദേവത, ജപമണിയാണ് ഇതിൻ്റെ ചിഹ്നം. ഈ നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ അത്യധ്വാനം ചെയ്യും. സ്ത്രീകൾ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുകയും കുടുംബഭരണത്തിൽ നല്ല പ്രാപ്തി കൈവരുത്തുകയും ചെയ്യും. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും. ഉത്രം നക്ഷത്രം ചിങ്ങക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും രണ്ട് രീതിയിലാണ് ഇതിൻ്റെ സ്വഭാവം. അതായത് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ്. 2, 3, 4 ഭാഗം എന്ന് പറയുന്നത് കന്നിക്കൂറുകാരനും. സൂര്യനാണ് ചിങ്ങക്കൂറുകാരുടെ രാശിനാഥനും ദശാനാഥനും. കന്നിക്കൂറുകാരുടെ ദശാനാഥൻ എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. പക്ഷേ രാശിനാഥൻ ബുധനാണ്. അതായത് മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് വരാനിരിക്കുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും മാറ്റുന്നതിന് സഹായകമാകും. ഇനി നമുക്ക് ബാല്യകാലത്ത് തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് ഇവർ. എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയും ഉണ്ടാകും. കഠിനാധ്വാനം മുഖേന ഉന്നത നിലയിൽ എത്തിച്ചേരും. ആർക്കും ഒരു ഉപദ്രവം ചെയ്യരുതെന്ന് ഇവർക്ക് ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരോടാരെങ്കിലും ഉപദ്രവത്തിന് ചെന്നാലോ അവരെ നഖശിഖാന്തം എതിർക്കും. ആരെയും എപ്പോഴും സഹായിക്കാനുള്ള സന്മനസ്സുണ്ടെങ്കിലും അല്പം സ്വാർത്ഥതയും പ്രകടിപ്പിക്കും. ആശ്രിത വത്സലരാണ്. നല്ല സൗഹൃദ ബന്ധങ്ങൾ എപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കും. അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരം ലഭിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട്. പൊതുപ്രവർത്തനങ്ങളിലും വിജയം ലഭിക്കും. സൗഹൃദവും കലാപരവുമായ, അതായത് സഹൃദയത്വവും കലാപരവുമായ അഭിരുചി ഇവർക്കുണ്ടാവും. കലയോട് പ്രത്യേക അഭിനിവേശം തന്നെ ഉണ്ടായെന്ന് വരാം. ക്ഷമാശീലം കുറവായിരിക്കും. പെട്ടെന്ന് കോപിക്കുന്ന പ്രകൃതമായിരിക്കും. മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം കാര്യത്തിന് ബുദ്ധിമുട്ടുന്ന അവസ്ഥ പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിരറ്റ ഈശ്വരവിശ്വാസം ഉണ്ടാകും. ഏത് കാര്യത്തിലും വിശ്വാസം ഉറച്ചു പോയാൽ ആ വിശ്വാസത്തെ ആരാലും മാറ്റുക എളുപ്പമല്ല. 25 വയസ്സ് വരെ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കും. ആദിത്യ ദിശയിലാണ് ജനനം. അത് കഴിഞ്ഞ് 10 വർഷം ചന്ദ്രദശ. ആദിത്യനും ചന്ദ്രനും കഴിഞ്ഞാൽ പിന്നെ 7 വർഷം ചൊവ്വാദശ, പിന്നെ രാഹുർ ദശ. ഇങ്ങനെ പോകുന്നു ദശാകാലം. ഏകദേശം 38 വയസ്സ് കഴിയുമ്പോഴാണ് ഇവർക്ക് നല്ല കാലം വരിക. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള വ്യാഴം ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകും. ബാല്യത്തിലെ ഒരു 3 വർഷം അല്പസ്വല്പം ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞു വരുന്ന 10 വർഷവും കുറച്ച് നന്മകളൊക്കെ കുടുംബത്തിനും ഇവർക്കും ഉണ്ടാകും. പൊതുജനസമ്മതിയും പണത്തെക്കാൾ ഉപരി ഇവരെപ്പോഴും പൊതുജനസമ്മതിയും ഐശ്വര്യവും ആണ് ഇഷ്ടപ്പെടുക. സുഖജീവിതത്തിന് എപ്പോഴും ആഗ്രഹമുണ്ടാവും. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആദരിക്കുകയും ചെയ്യും. തന്മൂലം അവരുടെ അനുഗ്രഹം എപ്പോഴും ലഭിക്കും. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് മൂലം എല്ലാവരുടെയും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ അല്പസ്വല്പം ഒരു സ്വാർത്ഥൻ എന്ന പേര് ലഭിക്കുകയും ചെയ്യും. സഹോദര ഗുണം അല്പം കുറവാണ്.
പ്രസന്നമുഖവും ലാളിത്യവും മൂലം മറ്റുള്ളവരിൽ നിന്നും പ്രീതി ലഭിക്കും. വസ്ത്രങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും താല്പര്യമുണ്ടാവും. എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, രാഷ്ട്രീയം ഈ രംഗങ്ങളിലെല്ലാം ഇവർ ശോഭിക്കും. കലാരംഗത്തും ഇവർ നല്ല കാഴ്ച വയ്ക്കും. കലാരംഗത്തും ഇവർക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും. വിവാഹ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന ജീവിത പങ്കാളിയെ ലഭിക്കും. വളരെ ചെറുപ്പത്തിലെ തന്നെ വിവാഹ സാധ്യതയ്ക്ക് യോഗം കാണുന്നു. ഭാര്യ അല്ലെങ്കിൽ ഇണയ്ക്ക് തൻ്റെ പേരിൽ ശക്തമായ സ്വാധീനം ഉണ്ടായിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇനി 2025 ഫലങ്ങൾ എന്തൊക്കെ? വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും വിദ്യാഗുണവും പരീക്ഷയിൽ അർഹമായ വിജയവും ഉണ്ടാകും. സുതാര്യത കുറവിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. പ്രായാധിക്യമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ അവസരമുണ്ടാകും. ഈശ്വരാർപ്പിതമായി ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അന്തിമമായി ലക്ഷ്യപ്രാപ്തിയിൽ കൈവരിക്കുവാൻ സഹായിക്കും. അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം ഒരു നേരമെങ്കിലും പൂർവിക തറവാട്ടിൽ താമസിക്കുവാനുള്ള അവസരമുണ്ടാകും. മാതാപിതാക്കളുടെ പിറന്നാളാഘോഷം, ആരാധനാലയത്തിലെ വാർഷിക ഉത്സവം, വിശേഷപ്പെട്ട ദേവാലയ ദർശനം, നേർന്നുകിടക്കുന്ന വഴിപാടുകളെല്ലാം നടത്തി തീർക്കുക തുടങ്ങിയ വിവിധോദ്ദേശങ്ങൾ നിർവഹിക്കുവാൻ ജന്മനാട്ടിലേക്ക് പോകുവാനുള്ള അവസരം ലഭിക്കും. വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. ഈശ്വരപ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും ശാരീരികമായി വന്നിരിക്കുന്ന എല്ലാ അസ്വാസ്ഥ്യങ്ങളും മാനസിക അസ്വാസ്ഥ്യങ്ങളും മാറിക്കിട്ടും. സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട്. അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരം വന്നു ചേരും. ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കും. ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. സ്വാശ്രയ ജീവിതം നയിക്കുവാൻ തയ്യാറാകും. വ്യാപാര വ്യവസായ വിതരണങ്ങൾ തുടങ്ങും. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന വ്യവസായ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യും. ലക്ഷ്യബോധത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ അനിഷ്ട സ്വരങ്ങളെ അതിജീവിക്കുവാൻ ഉപകരിക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നത് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ വന്നു ചേരുന്നതിൽ ആശ്ചര്യം അനുഭവപ്പെടും. പ്രായോഗിക വശം പ്രാവർത്തികമാക്കി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവം ഒഴിഞ്ഞു മാറുകയാണ് നല്ലത്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അനുകൂല സാഹചര്യങ്ങൾക്കായി കാത്തു നിൽക്കുന്നത് നന്നായിരിക്കും. വ്യാപാരത്തിൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തണം. ഊഹോപോഹങ്ങൾ പലതും കേൾക്കുവാൻ ഇടവരുമെങ്കിലും വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ പ്രതികരണം നിർത്തിവെക്കുന്നതാണ് നല്ലത്. യാത്രാസമയത്ത് പുതിയ ചില വ്യക്തികളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുവാനിടയുണ്ട്. കർമ്മരംഗം ശോഭനമായിരിക്കും. കാർഷികാദായം ലഭിക്കും. ശിലാഫലകങ്ങൾ സ്ഥാപിക്കാനുള്ള ചുമതല ഏറ്റെടുത്തു നടത്തേണ്ടി വരും. മാതാവിന് അല്പം ആരോഗ്യ പ്രശ്നം വരാം. തൊഴിൽ സമരങ്ങൾക്ക് ഫാക്ടറികളൊക്കെ ചിലപ്പോൾ തൊഴിൽ സമരം കൊണ്ട് ഫാക്ടറികൾ അല്ലെങ്കിൽ തൊഴിൽശാലകൾ ചിലപ്പോൾ അടച്ചിടേണ്ടതായി വന്നേക്കാം. മന്ദഗതിയിൽ നടക്കുന്ന കച്ചവടങ്ങൾ പുരോഗതിയിലെത്തിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തേണ്ടി വരും. ഇണയുടെ കുടുംബസ്വത്ത് വീതമായി ലഭിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. സ്ത്രീജനങ്ങൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കും. സർവകാര്യങ്ങൾക്കും അല്പം വിഘ്നമുണ്ടാകുമെങ്കിലും
ക്രമേണ വിജയത്തിൽ എത്തിച്ചേരും. സന്താനങ്ങൾക്ക് വിവാഹാലോചനയിൽ തീരുമാനമുണ്ടാവും. ഗ്രഹാന്തരീക്ഷം സുഖകരമായിരിക്കും. തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ദശാനാഥയായ സൂര്യഭഗവാനെയും മൂകാംബിക ദേവിയെയും, കന്നിക്കൂറുകാർ മൂകാംബിക ദേവിയെയും, ചിങ്ങക്കൂറുകാർ സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും രാശിനാഥനായ മൂകാംബിക ദേവിയെയും സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാ മംഗളങ്ങളും വന്നു ഭവിക്കും. പ്രധാന ദിവസങ്ങളെല്ലാം ഏകാദശി, പ്രദോഷം തുടങ്ങിയ വിശേഷങ്ങളിലെല്ലാം ഭഗവത് പൂജ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ വർഷം ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങളാണ് ഉള്ളത്. നന്ദി, നമസ്കാരം.